ഹലോ കിസാൻ പ്ലസിലേക്ക് സ്വാഗതം. നമ്മുടെ വീഡിയോ നമ്മുടെ കന്യാകുമാരിയിലെ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ അങ്ങോട്ട് പോകുന്ന കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ്. നമ്മുടെ കന്യാകുമാരി എത്തിയതിന് ശേഷം അവിടെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കാറും ബൈക്കൊക്കെ പാർക്ക് ചെയ്യാനുള്ള ഒരു ഗ്രൗണ്ട് ഉണ്ട്. ഇവിടെ നമുക്ക് ബൈക്കൊക്കെ പാർക്ക് ചെയ്യാനായിട്ട് 20 രൂപയും കാറൊക്കെ പാർക്ക് ചെയ്യാനാണെങ്കിൽ 70 രൂപയാണ് ഇവിടുത്തെ ചാർജ് വരുന്നത്. നമ്മൾ അവിടെ നിന്ന് കാറൊക്കെ പാർക്ക് ചെയ്ത് വെളിയിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും നമുക്കിവിടെ ഇഷ്ടം പോലെ ഷോപ്സും കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയോരം മൊത്തം കാണാവുന്നതാണ്. ഞാനിവിടെ ഒരു 9 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ ഇവിടെ എത്തിയായിരുന്നു. ഇവിടെ എത്തിയപ്പോൾ തന്നെ ഏതാണ്ട് ധാരാളം ഷോപ്സൊക്കെ ഓപ്പൺ ആയിരുന്നു. പിന്നെ ഇവിടെ നിന്ന് നേരെ ഞാൻ പോയത് സൺറൈസ് പോയിന്റിന് അങ്ങോട്ടാണ്. ഇവിടെ നിന്ന് നല്ല കിടില വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നതാണ്. പിന്നെ നമ്മൾ ഇങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഇവിടുത്തെ ആൾക്കാരാണ്. കാരണം ഞാൻ ഇവിടെ വന്നപ്പോൾ എനിക്ക് പറ്റിയ ഒരു അനുഭവമാണ് ഇപ്പോൾ പറയുന്നത്. ഒരു ലേഡിയും ഒരു കൊച്ചു വെച്ച് എൻ്റെ പിറകെ 5 രൂപ തരും 10 രൂപ തരും എന്ന് പറഞ്ഞ് കൂടെ അങ്ങ് നടക്കുകയായിരുന്നു. അത് ഒരാൾ വിട്ടിട്ട് വേറെ ആൾക്കാർ മനഃപൂർവ്വം ഇങ്ങനെ പറഞ്ഞ് വരിയിപ്പിക്കുന്ന ആ ഒരു ടീം പോലെയുണ്ട്. അപ്പോൾ എല്ലാവരും മാക്സിമം ശ്രദ്ധിക്കുക. ഇരിക്കണ അത്രയും ഗ്രൂപ്പാണ്. നമ്മൾ രൂപ കൊടുക്കുന്നത് വരെ നമ്മുടെ ബാക്കിൽ നിന്ന് അവർ വന്നുകൊണ്ടിരിക്കും. അപ്പം മാക്സിമം കൊടുക്കാതിരിക്കുക. ഒരാൾക്ക് കൊടുത്ത ബാക്കി എല്ലാവരും അതുപോലെ ചോദിച്ചുകൊണ്ട് വരും. പിന്നെ നമുക്കിവിടെ നിൽക്കുമ്പോഴത്തേക്ക് നമുക്ക് കിടില വ്യൂ ആണ് കാണുന്നത്. നമ്മുടെ വിവേകാനന്ദ പാറയും ആ ഒരു ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ ആ ഒരു കാഴ്ചയൊക്കെ ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് കിടിലായിട്ട് കാണാൻ പറ്റുന്നതാണ്. ഇനി അങ്ങോട്ട് പോകാനായിട്ട് നമുക്കിനി ഇവിടെ നിന്ന് ഒരു ഫെറി ബുക്ക് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മൾ ഫെറി അങ്ങോട്ട് പോകാനായിട്ടാണ് പോകുന്നത്. അങ്ങോട്ട് പോകുന്ന കാഴ്ചയിൽ നമുക്ക് ഇതേപോലെ ഈ കന്യാകുമാരിയുടെ മെയിൻ ഹൈലൈറ്റുള്ള ചിപ്പികളും അങ്ങനത്തെ ധാരാളം കാഴ്ചകൾ നമുക്കിവിടെ നിന്ന് കാണാം. നമുക്കിതൊക്കെ വേണമെങ്കിൽ ഷോപ്പ് ചെയ്യാവുന്നതാണ്. എല്ലാം നല്ല കിടിലം പ്രൈസിലും കൂടെയാണ്. അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഒരു ഫെറിയിലേക്ക് എടുക്കാനായിട്ട് ഫെറിയുടെ ഒരു സെക്ഷനിലേക്ക് കയറി. ഇവിടെ നമുക്ക് സ്പെഷ്യൽ എൻട്രി ഉണ്ട്, നോർമൽ എൻട്രി ഉണ്ട്. സ്പെഷ്യൽ എൻട്രിയിലേക്ക് കയറാനായിട്ട് 300 രൂപയും നോർമൽ എൻട്രിക്കാണെങ്കിൽ 75 രൂപയാണ്. ഈ ടിക്കറ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പോൾ ആ ഒരു സ്പെഷ്യാലിറ്റി മാത്രമേ ഉള്ളൂ. ആ 300 രൂപയ്ക്ക് നമുക്ക് ക്യൂ ഒന്നും നിൽക്കാതെ ഡയറക്റ്റ് നമുക്ക് ഫെറിയിൽ അങ്ങോട്ട് പോകാം. തിരിച്ച് റിട്ടേൺ എല്ലാവർക്കും കോമൺ രീതിയിലാണ് തിരിച്ച് റിട്ടേൺ ആയിട്ടുള്ളത്. അതുകൊണ്ട് വലിയ സ്പെഷ്യാലിറ്റിയും കാര്യങ്ങളൊന്നും അങ്ങനെയില്ല. 75 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സാധാ രീതിയിൽ ഇത്തിരി വെയിറ്റ് ചെയ്താലും നമുക്ക് അങ്ങോട്ട് പോയി തിരിച്ചു വരാവുന്നതാണ്. പിന്നെ ഞാൻ ഈ വീഡിയോ എടുക്കാൻ നേരത്ത് എൻ്റെ കൂടെ ചേച്ചിയുടെ കുട്ടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ മാക്സിമം പെട്ടെന്ന് പോയിട്ട് വരാൻ വേണ്ടി ഞാൻ സ്പെഷ്യൽ എൻട്രി ടിക്കറ്റാണ് എടുത്തത് 300 രൂപ. പിന്നെ നമ്മൾ ഇവിടെ നിന്ന് ചെന്ന് കുറച്ച് നേരം നിന്നപ്പോഴത്തേക്കും തന്നെ നമുക്കിവിടെ ഫെറി സർവീസിൻ്റെ ബോട്ട് നമുക്ക് വേണ്ടി വന്നായിരുന്നു. അതിൽ നമുക്ക് എല്ലാവരും മസ്റ്റായിട്ട് നമ്മൾ ജാക്കറ്റ് ഇട്ട് വേണം ഇതിൻ്റെ അകത്തേക്ക് കയറാൻ. ഫെറിയിൽ അവിടെ ഇരിക്കുമ്പോഴത്തേക്ക് നമുക്ക് കന്യാകുമാരി കോവിലും അതിൻ്റെ കാഴ്ചകളൊക്കെ നമുക്ക് ഇവിടെ ഫെറിയിൽ നിന്ന് കാണാവുന്നതാണ്. നല്ലൊരു കിടിലം ഇതിൻ്റെയൊക്കെ വ്യൂ ഒക്കെ നമ്മൾ മലയാളം പഴയ സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. അങ്ങനെ നമ്മൾ വിവേകാനന്ദ പാറയിൽ അവിടെ എത്തി. വിവേകാനന്ദ പാറയിൽ അവിടെ ഇറങ്ങുമ്പോഴും നമുക്കൊരു എൻട്രി പാസ്സുണ്ട്. അതിന് 30 രൂപയാണ് ഒരാൾക്ക്. അങ്ങനെ 2 പേർക്കും കൂടെ എടുക്കുമ്പോഴത്തേക്കും മൊത്തം 60 രൂപയാണ് പാസിനായിട്ടായത്. പക്ഷേ ഗ്ലാസ് ബ്രിഡ്ജിന് നമുക്ക് പ്രത്യേകിച്ച് ഫീസോ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഗ്ലാസ് ബ്രിഡ്ജ് ഫ്രീ ആയിട്ട് നമുക്ക് കയറാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ നമുക്കിവിടെ ഷൂ ഒക്കെ വയ്ക്കാം. അത് ഫ്രീ സർവീസാണ്. നമുക്ക് ടോക്കൺ നമ്പർ നമ്മൾ ഓർത്ത് വെച്ചിരുന്നാൽ മതി. തിരിച്ച് വരുമ്പോഴത്തേക്ക് നമ്പർ പറയുമ്പോൾ നമ്മൾ ചെരുപ്പ് തിരിച്ച് തരുന്നതായിരിക്കും. നമ്മളിവിടെ നിൽക്കുമ്പോഴത്തേക്ക് അങ്ങ് ദൂരെ നമുക്ക് കന്യാകുമാരി ലൈറ്റ് ഹൗസ് കാണാം. അതിൻ്റെ വീഡിയോ നമ്മൾ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും മാക്സിമം കാണാൻ ശ്രമിക്കുക. ഈ വിവേകാനന്ദ റോക്കിൻ്റെ തിരുവല്ലുവർ സ്റ്റാച്യുവിൻ്റെ ഇടയ്ക്കായിട്ടാണ് ഈ ഗ്ലാസ് ബ്രിഡ്ജ് ഉള്ളത്. ഈ വിവേകാനന്ദ ഹൗസിനെ കുറിച്ച് നമ്മളൊരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ കയറി കാണാൻ ശ്രമിക്കുക. അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കന്യാകുമാരിയിലുള്ള ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ അകത്തേക്ക് കയറാം. ഇതാണ് എൻ്റെ നെഫ്യൂ, പേര് ഷെയ്ൻ എന്നാണ്. നമ്മളിങ്ങനെ ആദ്യമായിട്ടാണ് ഈ കന്യാകുമാരിയിലുള്ള ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് കയറുന്നത്. നമ്മളിവിടെ കയറുമ്പോഴത്തേക്കും ഇത് താഴെ കാണുന്നത് ഈ കന്യാകുമാരിയിലെ കടലും അതിൻ്റെ മേളിൽ നമ്മൾ ഈ ഗ്ലാസ് ഫ്രണ്ടിലായിട്ട് നമ്മുടെ തിരുവല്ലുവർ സ്റ്റാച്യുവും കാര്യങ്ങളൊക്കെയാണ്. ഇതിപ്പോൾ എൻ്റെ 3ാമത്തെ ഗ്ലാസ് ബ്രിഡ്ജിലാണ് ഞാൻ കയറുന്നത്. ആദ്യത്തേത് ഞാൻ മൂന്നാറിലെ ഗ്ലാസ് ബ്രിഡ്ജും, രണ്ടാമത്തെ തായ്ലൻഡിലെ മഹാനക്കോണിലെ അവിടുത്തെ ഒരു ഗ്ലാസ് ബ്രിഡ്ജും, പിന്നെ ഇപ്പം നമ്മുടെ കന്യാകുമാരിയിലുള്ള ഈ ഗ്ലാസ് ബ്രിഡ്ജിലാണ് നടക്കുന്നത്. ഒരു നല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ എല്ലാവരും മാക്സിമം കന്യാകുമാരി വരികയാണെങ്കിൽ ഈ ഗ്ലാസ് ബ്രിഡ്ജിലും കൂടെ ഒന്ന് കയറാൻ ശ്രമിക്കും. നല്ലൊരു കിടില എക്സ്പീരിയൻസ് ആയിരിക്കും. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരു പേടിയും കൂടാതെ നടന്നു പോകാനുള്ള ഒരു കിടിലൻ ഒരു കൺസ്ട്രക്ഷൻ തന്നെയാണ് അവരിവിടെ ചെയ്തിട്ടുള്ളത്. നമ്മുടെ തിരുവല്ലുവർ സ്റ്റാച്യുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് ഏതാണ്ട് 133 അടി പൊക്കത്തിലാണ് ഈ സ്റ്റാച്യു ഉള്ളത്. അതായത് 41 മീറ്ററോളം ഉണ്ട് ആ ഒരു സ്റ്റാച്യുവിൻ്റെ ഹൈറ്റ്. നമുക്കിപ്പോൾ സ്റ്റാച്യുവിൻ്റെ അകത്തേക്ക് കയറാം. ഈ സ്റ്റാച്യുവിൻ്റെ അകത്ത് കയറാനും വലിയ ഫീസും കാര്യങ്ങളൊക്കെ ഒന്നുമില്ല. നമുക്ക് ഇവിടെ നിന്ന് ജസ്റ്റ് ആ ഒരു ടോപ്പ് ഫ്ലോറിൽ കുറച്ച് കയറിയിട്ട് അവിടെ നിന്ന് നമുക്ക് കന്യാകുമാരിയിലെ ഒരു 360 വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കാണാവുന്നതാണ്. ഇവിടെ നിൽക്കുമ്പോഴും നമുക്ക് അങ്ങ് ദൂരെ ലൈറ്റ് ഹൗസും കന്യാകുമാരി ടെമ്പിളും കാണാവുന്നതാണ്.
ഈ സ്റ്റാച്ചുവിൻ്റെ താഴെ എഴുതിയിട്ടുള്ളത് സ്റ്റാച്യു ഓഫ് വിസ്ഡം എന്നാണ്. നമുക്കപ്പം ഈ സ്റ്റാച്ചുവിൻ്റെ അകത്തേക്ക് കയറാം. ഇതിനകത്ത് കയറുമ്പോഴുള്ള കാഴ്ച ഇങ്ങനെയാണ്. നമ്മൾ സ്റ്റാച്ചുവിന് തൊട്ട് താഴെ നിൽക്കുമ്പോഴത്തേക്ക് ഓരോരുത്ത മനുഷ്യർ പൊക്കവും ആ സ്റ്റാച്ചുവിൻ്റെ വലിപ്പം കാണാൻ തന്നെ എത്ര ഹൈറ്റാണെന്നറിയാം. പിന്നെ അവിടെ നിൽക്കുമ്പോഴത്തേക്ക് അങ്ങ് ദൂരെ കുറേ ഫെറീസ് നമ്മൾ ആൾക്കാരെ കൊണ്ട് ഇങ്ങോട്ട് വരുന്നതും അങ്ങോട്ട് പോകുന്ന കാഴ്ചകളൊക്കെ കണ്ട് നമുക്കവിടെ നിന്ന് ആസ്വദിച്ച് നിൽക്കാവുന്നതാണ്. ഞാൻ പോയ സമയത്താണെങ്കിൽ നല്ല വെയിലുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ മാക്സിമം സമയം അധികം അവിടെ നിൽക്കാൻ ശ്രമിച്ചില്ല. കുറച്ച് നേരം നിന്ന് കണ്ടതിന് ശേഷം നമ്മളൊരു 10 മണി 10:30 ആയപ്പോഴത്തേക്ക് നമ്മളിവിടെ നിന്ന് ഇറങ്ങാൻ ശ്രമിച്ചു. അങ്ങനെ നമ്മൾ തിരിച്ച് നമ്മുടെ വിവേകാനന്ദ പാറയിലേക്ക് പോകാനായിട്ട് നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കന്യാകുമാരിയിലെ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ അവിടുത്തെ പ്രധാന കാഴ്ചകൾ. അപ്പോൾ എല്ലാവരും ഫാമിലിയായിട്ടോ ഫ്രണ്ട്സായിട്ടൊക്കെ കന്യാകുമാരി വരികയാണെങ്കിൽ ഈ കന്യാകുമാരി ഗ്ലാസ് ബ്രിഡ്ജും അതൊക്കെ മാക്സിമം വിസിറ്റ് ചെയ്യാൻ നോക്കുക. നല്ലൊരു കിടിലൻ എക്സ്പീരിയൻസ് ആയിരിക്കും. ഫാമിലിയായിട്ടും കുട്ടികളായിട്ടൊക്കെ വരികയാണെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് കുട്ടികളായിട്ട് വരുമ്പോഴത്തേക്കും അവർക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമുക്കപ്പോൾ അടുത്ത വീഡിയോ കാണാം.